തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹാന ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു. സുഹൃത്തായ ഡോക്ടർ വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും ഷഹാനയുടെ അച്ഛൻ ഈയിടെ മരിച്ചതിനാൽ അമ്മയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര തുകയാണെന്നതുകൊണ്ട് വിവാഹം മുടങ്ങിപ്പോയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എല്ലാവർക്കും പണം മതി, എല്ലാറ്റിനും മുകളിൽ പണമാണ് എന്നാണ് ഷഹാന എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കുട്ടി മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത് ഡോക്ടറായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന മിടുക്കിയാണ്. ഇത്രയും മിടുക്കിയായ കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ വെറും വിവാഹ വാഗ്ദാനത്തിൻ്റെ പിന്മാറങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാനാകുമോ? അല്ലെങ്കിൽ അതുമാത്രമായിരിക്കുമോ കാരണം? ഡോക്ടറായി പഠിക്കണമെങ്കിലും നല്ല ചിലവുള്ള കോഴ്സ് തന്നെയാണ്. സ്റ്റൈഫൻഡായി കിട്ടുന്നത് 10,000, 10,000, 20,000 ഒക്കെ ആയിരിക്കും. അച്ഛൻ മരിച്ചതിൻ്റെ ഡിപ്രഷനിൽ നിന്ന് ആ കുട്ടി മാറി വരുന്നതേ ഉണ്ടായിരുന്നത്. ഒരു നിമിഷത്തെ തീരുമാനം കൊണ്ട് എത്ര നാളത്തെ ജീവിതമാണ് ഇല്ലാതായത്. മാനസികാരോഗ്യവും വലുതു തന്നെയാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തന്നെയാണ് പ്രശ്നമെങ്കിൽ തൻ്റെ ഇടത്തോടെ പൊരുതി മുന്നേറി വിജയിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവരുടെ മുന്നിൽ തന്നെ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കുമ്പോഴല്ലേ ജയിക്കുന്നത്. ആത്മഹത്യ തോൽവിയുടെ പ്രതീകമാണ്. അവൾ അവനെ സ്നേഹിച്ചപ്പോൾ അവൻ സ്നേഹിച്ചത് അവളുടെ സമ്പത്തിനെ ആയിരിക്കാം. തെളിവില്ലാതെ ആരെയും ആരോപണത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും നമ്മൾക്ക് സാധിക്കില്ലല്ലോ. അച്ഛൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അമ്മയെയും സഹോദരനെയും പിടിച്ചുയർത്താൻ ഈ കുട്ടിയെ കൊണ്ട് കഴിയുമായിരുന്നു. എന്നാൽ അവൾ അന്നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നിതിന് മുതിരില്ലായിരുന്നു. ആ അമ്മയുടെ ദുഃഖം ഒരു നിമിഷം പോലും ആലോചിച്ചിരുന്നില്ലേ എന്ന് ചിന്തിപ്പിച്ചു പോകുന്നു. പെൺകുട്ടികൾ എന്തിനാണ് കല്യാണമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നത്? കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾ ഒന്നുമല്ലേ? അവരെ ഓർക്കണ്ടേ? ഈ നാട് ഒരിക്കലും മാറില്ല. സ്വർണത്തിനാണെങ്കിൽ തീ പിടിച്ച വിലയാണ്. എന്നാലും സ്വർണം കച്ചവടം ഈ നാട്ടിൽ നന്നായി നടക്കും. സ്ത്രീയാണ് ധനമെന്നൊക്കെ വാക്കിൽ മാത്രമുള്ളൂ. പ്രവൃത്തിയിൽ എല്ലാവർക്കും സ്ത്രീധനം തന്നെ വേണം. ഇവർ രണ്ടുപേരും കൂടി ജോലി ചെയ്താലും ലക്ഷങ്ങൾ ഉണ്ടാക്കാം. രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ? രണ്ടുപേരും കൂടി ജോലി ചെയ്താലും ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ടും അവളുടെ പഠിപ്പിന് പോലും കിട്ടാത്ത ഒരു വില. അത്രമാത്രം സ്ത്രീധനം അവർ ചോദിച്ചിരിക്കണം. എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനൊന്നും ഒരു അറുതിയുമില്ലേ? ഇതിനൊരു അന്ത്യമില്ലേ? ഡോക്ടർ ഷഹാനയ്ക്ക് ആദരാഞ്ജലി.